أعوذ بالله من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് ഞാൻ ശരണം തേടുന്നു. وإن من شيعته لإبراهيم. തീർച്ചയായും അദ്ദേഹത്തിന്റെ കക്ഷികളിൽപ്പെട്ട ആൾ തന്നെയാകുന്നു ഇബ്രാഹിം. إذ جاء ربه بقلب سليم. നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി അദ്ദേഹം തന്റെ രക്ഷിതാവിങ്കൽ വന്ന സന്ദർഭം ശ്രദ്ധേയമാകുന്നു. إذ قال لأبيه وقومه ماذا تعبدون. തന്റെ പിതാവിനോടും ജനതയോടും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, എന്തൊന്നിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? أئفكا آلهة دون الله تريدون. അല്ലാഹുവിന് പുറമെ വ്യാജമായി നിങ്ങൾ മറ്റു ദൈവങ്ങളെ ആഗ്രഹിക്കുകയാണോ? فما ظنكم برب العالمين. അപ്പോൾ ലോകരക്ഷിതാവിനെപ്പറ്റി നിങ്ങളുടെ വിചാരമെന്താണ്? فنظر نظرة في النجوم. എന്നിട്ട് അദ്ദേഹം നക്ഷത്രങ്ങളുടെ നേരെ ഒരു നോട്ടം നോക്കി. فقال إني سقيم. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും എനിക്ക് അസുഖമാകുന്നു. فتولوا عنه مدبرين. അപ്പോൾ അവർ അദ്ദേഹത്തെ വിട്ട് പിന്തിരിഞ്ഞുപോയി. فراغ إلى آلهتهم فقال ألا تأكلون. എന്നിട്ട് അദ്ദേഹം അവരുടെ ദൈവങ്ങളുടെ നേർക്കു തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ തിന്നുന്നില്ലേ? ما لكم لا تنطقون. നിങ്ങൾക്കെന്തുപറ്റി? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ? فراغ عليهم ضربا باليمين. തുടർന്ന് അദ്ദേഹം അവയുടെ നേരെ തിരിഞ്ഞു വലതുകൈകൊണ്ട് ഊക്കോടെ അവയെ വെട്ടിക്കളഞ്ഞു. فأقبلوا إليه يزفون. എന്നിട്ട് അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുതിച്ചു ചെന്നു. قال أتعبدون ما تنحتون. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കുന്നവയെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? والله خلقكم وما تعملون. അല്ലാഹുവാണല്ലോ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്നവയെയും സൃഷ്ടിച്ചത്. قالوا ابنوا له بنيانا فألقوه في الجحيم. അവർ അന്യോന്യം പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹീമിനു വേണ്ടി ഒരു ചൂള പണിയുക, എന്നിട്ടവനെ ജ്വലിക്കുന്ന അഗ്നിയിൽ ഇട്ടേക്കുക. فأرادوا به كيدا فجعلناهم الأسفلين. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അവർ ഒരു തന്ത്രം ഉദ്ദേശിച്ചു, എന്നാൽ നാം അവരെ ഏറ്റവും അധമന്മാരാക്കുകയാണ് ചെയ്തത്. وقال إني ذاهب إلى ربي سيهدين. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാൻ എന്റെ രക്ഷിതാവിങ്കലേക്ക് പോകുകയാണ്, അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ്. رب هب لي من الصالحين. എന്റെ രക്ഷിതാവേ, സൽവൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. فبشرناه بغلام حليم. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു.